ഹലോ ഓൾ, വെൽക്കം ടു സൈറ. ഞാൻ നിങ്ങളുടെ സുജിത്താണ്. അപ്പോൾ നമുക്ക് ഇന്നലെ നമ്മൾ എന്തായിരുന്നു പഠിച്ചിരുന്നത്? HTML-ൻ്റെ ബേസിക് ആയിട്ടുള്ള 2 ടാഗ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഹെഡിങ് ടാഗും അതുപോലെ തന്നെ ഒരു പാരഗ്രാഫ് ടാഗും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബാക്കിയുള്ള ടാഗ്സ് ആണ്. ഇനി നമുക്ക് കുറച്ച് ടാഗ്സ് കൂടെ പഠിക്കാനുണ്ട്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ VS കോഡിൻ്റെ സെറ്റപ്പിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അതായത് നിങ്ങളുടെ VS കോഡിൽ നിങ്ങൾക്ക് ഇവിടുന്ന് 4ാമത്തെ ഓപ്ഷനായിട്ടുള്ള അല്ലെങ്കിൽ 3ാമത്തെ ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾ യൂസ് ചെയ്തിരിക്കുന്ന ഓരോ ഇതനുസരിച്ച് നിങ്ങളുടെ സിസ്റ്റം അനുസരിച്ച് ചിലപ്പോൾ മേ ബി മാറായിരിക്കും, അതിലെ വേർഷൻ അനുസരിച്ച് മാറായിരിക്കും. എന്നാൽ നിങ്ങൾ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് നിങ്ങളിങ്ങനെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് പാനലിനകത്ത് എക്സ്റ്റൻഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുള്ളിൽ ലൈവ് സെർവർ എന്ന് പറയുന്ന ഓപ്ഷൻ ഒന്ന് എടുക്കുക. ലൈവ് സെർവർ. ഈ ലൈവ് സെർവറിൻ്റെ യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഒരു ഫയലിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ബ്രൗസറിൽ പോയിട്ട് അത് റീലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ചേഞ്ചസ് കാണാനായിട്ട്. അപ്പോൾ ഈ ഒരു ലൈവ് സെർവർ എന്ന് പറയുന്ന ഈ ഒരു എക്സ്റ്റൻഷൻ നിങ്ങൾ യൂസ് ചെയ്യുവാണെങ്കിൽ, അതായത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ, ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പേജ് നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് വരും നിങ്ങളുടെ VS കോഡിൽ തന്നെ. അപ്പോൾ അത് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവ് സെർവർ യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങളുടെ HTML നിങ്ങൾക്ക് റൺ ചെയ്യാൻ പറ്റും. അങ്ങനെ റൺ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ചേഞ്ചസ് നിങ്ങളുടെ HTML പേജിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ അത് ഡയറക്റ്റ് ആയിട്ട് റീലോഡ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് നിങ്ങളുടെ ബ്രൗസറിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് അതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ പറ്റും. എപ്പോഴും ചെന്ന് റീലോഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ HTML-ൻ്റെ കൂടുതൽ ടാഗ്സും കാര്യങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് ലൈവ് സെർവർ ഏതെങ്കിലും വരണം. ഇതിവിടെ കുറേ ലൈവ് സെർവേഴ്സ് ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ലൈവ് സെർവർ നിങ്ങൾ മീൻസ് ഇത് തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും. അതായത് റെഡ്വിക് ഡേയുടെ ഈ ഒരു ലൈവ് സെർവർ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പോൾ ഈ ഒരു ലൈവ് സെർവർ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. എൻ്റെ കയ്യിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചു തരുന്നത്. നിങ്ങൾക്ക് ഇവിടെ ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഒരു ടാബ് കാണും, ഇൻസ്റ്റാൾ എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. അപ്പോൾ വൺസ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ഇത് ഓപ്പൺ ആക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. അതായത് നിങ്ങളുടെ കോഡ് ഉള്ള ആ ഒരു പേജിൻ്റെ ആ എഡിറ്ററിൻ്റെ അവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾ ഫസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് ഇത് കാണുന്നില്ല എങ്കിൽ ജസ്റ്റ് VS കോഡ് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതായത് ഓപ്പൺ വിത്ത് ലൈവ് സെർവർ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കണ്ടില്ലേ, ലൈവ് സെർവറിൽ നിങ്ങൾക്കത് ഓപ്പൺ ആയി വരും. അതായത് ഇപ്പം നിങ്ങളുടെ പ്രൊജക്റ്റ് മീൻസ് നിങ്ങളുടെ HTML പേജ് ലൈവ് സെർവറിലാണ് വർക്ക് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതിനകത്തത് കാണാൻ പറ്റും. ഓക്കെ, അപ്പം ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. ഞാൻ ഇത് രണ്ടും സ്പ്ലിറ്റ് ചെയ്തിടുകയാണ് സ്ക്രീന്. അതായത് 2 സ്ക്രീനിലായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട്, ഞാനിവിടെ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തുന്നതിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് ഞാനിത് 2 സ്ക്രീനിൽ സ്പ്ലിറ്റ് ചെയ്തിടുകയാണ്. അപ്പോൾ നിങ്ങൾ HTML അല്ലെങ്കിൽ CSS പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുവാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ സ്റ്റൈലിംഗ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും, അതായത് പൊസിഷനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്യുന്ന അനുസരിച്ചുള്ള ഒരു ഔട്ട്പുട്ട് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാകുകയും അതുവഴി നിങ്ങളുടെ ഡെവലപ്മെൻറ്റ് ഇച്ചിലൂടെ എളുപ്പമാവുകയും ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഈ ഒരു ലോവർ എപ്സം എടുത്ത് കളയുകയാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യാണ്. കൺട്രോളേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ സേവ് ചെയ്യും. എപ്പോൾ സേവ് ചെയ്യുന്നോ ആ ഒരു ടൈമിൽ ആ ചേഞ്ച് ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യും. അതായത് നിങ്ങൾ എപ്പോഴും പോയി റീലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ബ്രൗസറിൻ്റെ മുകളിൽ പോയിട്ട് റീലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. എപ്പോഴാണോ നിങ്ങൾ സേവ് ചെയ്യുന്നത് എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുത്തി, ഇപ്പോൾ പി ടാഗിനകത്ത് ഞാൻ മൈ നെയിം ഈസ് സുജിത്ത് എന്ന് കൊടുക്കാം. എപ്പോഴാണോ നിങ്ങൾ കൺട്രോളേഴ്സ് കൊടുത്ത് സേവ് ചെയ്യുന്നത് ആ സേവ് ചെയ്യുന്ന റിസൾട്ട് നിങ്ങൾക്ക് ഈ ഒരു ബ്രൗസറിൽ നിങ്ങൾക്ക് കാണിച്ചു തരും. നിങ്ങൾ എപ്പോഴും പോയി റീലോഡ് ചെയ്യേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. അപ്പോൾ ഇതാണ് ഒരു അഡ്വാൻറ്റേജ്. നിങ്ങൾ ഈ ലൈവ് സെർവർ എന്ന് പറയുന്ന ഈ ഒരു എക്സ്റ്റൻഷൻ VS കോഡിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ VS കോഡ് പോലുള്ള IDEs യൂസ് ചെയ്യുന്നത്. ഇതുപോലുള്ള ഒരുപാട് എക്സ്റ്റൻഷൻസ് പല സിറ്റുവേഷൻസിലും നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനിയും നമുക്ക് നെക്സ്റ്റ് ടാഗ് മീൻസ് ഇനി അടുത്ത ടാഗ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ലിങ്ക് ടാഗാണ്. അതായത് ആങ്കർ ടാഗ് എന്ന് പറയും. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് അല്ലേ. അതായത് ഒരു വെബ് പേജിൽ നിന്ന് ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു വെബ് പേജിലേക്ക് പോകുന്ന ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ആ ഒരു ഹൈപ്പർ ലിങ്ക് എങ്ങനെയാണ് നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റുക, അതായത് നമ്മളുടെ വെബ് പേജിൽ എങ്ങനെയാണ് കൊണ്ടുവരാൻ പറ്റുക നമുക്ക് നോക്കാം. അതിനായിട്ട് ആങ്കർ ടാഗാണ് യൂസ് ചെയ്യുന്നത്. ആങ്കർ ടാഗ് യൂസ് ചെയ്യാനായിട്ട് A വിളിക്കുക. മീൻസ് ആങ്കർ ടാഗിൻ്റെ പേരെന്ന് പറയുന്നത് A എന്നാണ്. അപ്പോൾ A നമ്മൾ യൂസ് ചെയ്യുന്നു. A ടാഗ് എന്നും പറയും. A ടാഗ് മീൻസ് നിങ്ങൾക്ക് ടാഗ് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഡെഫിനറ്റ്ലി അറിയായിരിക്കും. ആങ്കർ ടാഗ് ഓപ്പൺ ചെയ്യുന്നു.
ആ ടാഗിൻ്റെ പേര് എഴുതുന്നു, അതിനുശേഷം അത് ക്ലോസ് ചെയ്യുന്നു. ഈ പി ടാഗ് നമ്മൾ ചെയ്ത പോലെ തന്നെ ആങ്കർ ടാഗ് ഇതൊരു ലിങ്കിനെയാണ് റെഫർ ചെയ്യുന്നത്. ഇപ്പോൾ ഡെഫിനറ്റ്ലി ഇവിടെ നിങ്ങൾക്ക് ഔട്ട്പുട്ട് ഒന്നും കാണിച്ചു തരത്തില്ല, കാരണം നമ്മൾ ഇതിനകത്തിൽ കോണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് കൊടുക്കുന്ന കോണ്ടന്റ് ആയിരിക്കും നിങ്ങളുടെ ലിങ്കിൻ്റെ പേര്. അതായത് ഇപ്പം ക്ലിക്ക് ഹിയർ ടു വ്യൂ സൈറ വെബ്സൈറ്റ് ഞാൻ അങ്ങനെ കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെന്താണ്, ഇപ്പോൾ ആക്ച്വലി ഇതൊരു ലിങ്കാണ് അല്ലേ, ആങ്കർ ടാഗ് എന്ന് പറയുന്ന സാധനം ലിങ്കാണ്. അപ്പോൾ ഈ ലിങ്ക് വർക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതിനകത്ത് ടാഗിനകത്ത് ആട്രിബ്യൂട്ട്സ് പാസ് ചെയ്യണം. അപ്പോൾ ഇനിയും വരുന്ന കുറേ ടാഗിനകത്ത് നമുക്ക് ആട്രിബ്യൂട്ട്സ് പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ചില സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് നമ്മൾ ആ ഒരു ടാഗിന് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം ഈ ഒരു ടാഗ് ഓപ്പൺ ചെയ്യുന്ന ടാഗിനുള്ളിലാണ് നമ്മൾ ആട്രിബ്യൂട്ട്സ് പറഞ്ഞു കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആകുന്നില്ലെന്ന് തോന്നുന്നു. ഓക്കെ, ക്ലിയർ ആവും. ഓക്കെ, അതായത് ഒരു ടാഗ് ഓപ്പൺ ചെയ്യുന്നതിനുള്ളിൽ നമ്മളൊരു സ്പെഷ്യൽ പ്രോപ്പർട്ടീസും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ ആങ്കർ ടാഗിന് ആട്രിബ്യൂട്ട്സ് ഉണ്ട്. എന്തായിരിക്കും ആങ്കർ ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്? ആങ്കർ ടാഗിൻ്റെ ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എവിടെ അതായത് ഈ ഒരു നമ്മളിവിടെ ക്ലിക്ക് ഹിയർ ടു വ്യൂ സൈറ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്തു. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളതിൻ്റെ ലിങ്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഇവിടെ ആ ഒരു ലിങ്ക് കൊടുത്തു നോക്കാം. ഞാൻ അതിനായിട്ട് സൈറയുടെ വെബ്സൈറ്റിലേക്ക് പോവുകയാണ്. നമ്മുടെ സൈറയുടെ വെബ്സൈറ്റ് ആണ് ഇത്. അപ്പോൾ ഈ സൈറയുടെ ഈ ലിങ്ക് ഞാൻ കോപ്പി ചെയ്യുന്നു. അതായത് ഈ മോളിൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ലിങ്ക്. ഈ ഒരു ലിങ്ക് ഞാൻ കോപ്പി ചെയ്യുകയാണ്. ഈ ലിങ്ക് എന്ന് പറയുന്നത് URL ആണ്, ഇതിൻ്റെ അഡ്രസ്സാണ്, അതായത് നമ്മളുടെ വെബ്സൈറ്റിൻ്റെ അഡ്രസ്സാണ്. നിങ്ങൾക്ക് ഏത് വെബ്സൈറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം, സൈറയുടെ വെബ്സൈറ്റ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നും ഇല്ല. അപ്പോൾ ഏത് വെബ്സൈറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. ഞാൻ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്തിട്ട് Ctrl+C കൊടുത്ത് കോപ്പി ചെയ്യുന്നു. അതിൽ നിങ്ങൾക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് കോപ്പി ചെയ്യാം. കോപ്പി ചെയ്തതിന് ശേഷം ഞാൻ എൻ്റെ ആങ്കർ ടാഗിനകത്തേക്ക് വരുന്നു. ഇനി ഞാൻ ലിങ്ക് പറഞ്ഞു കൊടുക്കാൻ പോകും. അതായത് ഈ ഒരു ക്ലിക്ക് ഹിയർ ടു വ്യൂ സൈറ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സൈറയുടെ വെബ്സൈറ്റിലേക്ക് പോകണം എന്ന് പറഞ്ഞു കൊടുക്കാനുള്ള ലിങ്ക്. ആ ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തു. ഇനി നമ്മളതിവിടെ അപ്ലൈ ചെയ്യാൻ പോവാം. അപ്ലൈ ചെയ്യാനായിട്ട് href എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യും. അതായത് href എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടിയാണ്, ആങ്കർ ടാഗിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന പ്രോപ്പർട്ടിയാണ്. ഈ hrefനുള്ളിൽ ഈ ലിങ്ക് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കും. hrefൻ്റെ ഒരു സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും, ഒരു സ്ട്രിങ് ആയിട്ടായിരിക്കും അത് പറഞ്ഞു കൊടുക്കുന്നത്. നമുക്ക് നോക്കാം സ്ട്രിങ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ. ജസ്റ്റ് ഞാൻ ആ ലിങ്ക് അവിടെ Ctrl+V കൊടുത്ത് പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊരു ലിങ്കായി, കണ്ടില്ലേ? ഇപ്പോൾ അതിൻ്റെ ഒരു രീതി തന്നെ മാറി അല്ലേ, ഒരു ബ്ലൂ ലൈനൊക്കെ അണ്ടർലൈനൊക്കെ വന്നു. അത് href കൊടുത്ത സമയത്ത് നമ്മൾ ഈ ഒരു ഔട്ട്പുട്ടിൽ നിങ്ങൾക്ക് ബ്ലൂ ലൈനൊക്കെ അണ്ടർലൈനൊക്കെ വന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ലിങ്കായി കഴിഞ്ഞു. അപ്പോൾ നമുക്കിതിനെ ഈ ഒരു ലിങ്കിൽ ഇനി ഞാൻ ക്ലിക്ക് ചെയ്യാൻ പോവാം. അതായത് ഈ ഒരു ലിങ്കിൽ ഇപ്പോൾ ഇവിടെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു ലിങ്ക്, അതായത് ക്ലിക്ക് ഹിയർ ടു വ്യൂ സൈറ വെബ്സൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു ലിങ്കിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് സൈറയുടെ വെബ്സൈറ്റിലേക്ക് പോകും. കാരണം നമ്മൾ ഈ hrefനുള്ളിൽ ഇവിടെ കൊടുത്തിരിക്കുന്നത് സൈറയുടെ ലിങ്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ലിങ്ക് വേണമെങ്കിലും വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് google.com ലിങ്ക്, സാധാരണ നമ്മുടെ ഗൂഗിളിൻ്റെ സെർച്ച് എഞ്ചിൻ്റെ ലിങ്ക് യൂസ് ചെയ്യാം. അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലും വെബ്സൈറ്റ്സ് ഇഷ്ടമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഏത് ലിങ്ക് കൊടുത്താലും അതിലേക്ക് hrefനുള്ളിൽ കൊടുക്കുന്ന ലിങ്കിലേക്കായിരിക്കും പോകുന്നത്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ച് കാണും, നമ്മളുടെ സെയിം വിൻഡോയിൽ തന്നെയാണ് ആ സൈറയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വന്നിരിക്കുന്നത് അല്ലേ. അതായത് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെയിം വിൻഡോയിൽ തന്നെയാണ് അത് ഓപ്പൺ ആയി വന്നിരിക്കുന്നത്. എന്നാൽ നിങ്ങൾക്കൊരു പുതിയ ടാബ് ഓപ്പൺ ആക്കിയിട്ട് പുതിയൊരു വിൻഡോ അല്ലെ പുതിയ ടാബ് ഓപ്പൺ ആയിട്ട് അതിൽ നിങ്ങൾക്ക് ഈ ഒരു സൈറയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആകണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഈ കൊടുക്കുന്ന ലിങ്കിൽ ഉള്ള വെബ്സൈറ്റ് ഓപ്പൺ ആകണമെങ്കിൽ ഇവിടെ നെക്സ്റ്റ് ഒരു ആട്രിബ്യൂട്ട് ഉണ്ട്, ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട്. ടാർഗറ്റ് ബ്ലാങ്ക് ആക്കി കൊടുത്താൽ മതി. ടാർഗറ്റ് ബ്ലാങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ ടാർഗറ്റ് ബ്ലാങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം എങ്ങനെയായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ബ്ലാങ്ക് അല്ല, ടാർഗറ്റ് അണ്ടർസ്കോർ ബ്ലാങ്ക് കൊടുത്തു. ജസ്റ്റ് ഒന്ന് റീലോഡ് ചെയ്യുകയാണ്. ഇതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കണ്ടില്ലേ സൈറയുടെ ഒരു പുതിയ ടാബ് ഓപ്പൺ ആയിട്ടാണ് അത് വന്നിരിക്കുന്നത്. അതായത് ടാർഗറ്റ് ബ്ലാങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ അവിടെ കൊടുത്തത്. ഇപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷൻ ഇവിടെ നിന്ന് കളയുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്കിത് ക്ലോസ് ചെയ്ത് കളയാം. ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റ്, നമ്മുടെ ഈ ഒരു ഔട്ട്പുട്ടാണ് ഇവിടെ കാണുന്നത്. ഞാൻ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് സെയിം ടാബിൽ തന്നെ ഇത് ഓപ്പണായി വരും. സെയിം ടാബിൽ തന്നെ നമുക്കിത് ഓപ്പണായി കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ടാർഗറ്റ് ബ്ലാങ്ക് കൊടുത്ത് നോക്കാം. അതായത് നെക്സ്റ്റ് ആട്രിബ്യൂട്ട് ആങ്കർ ടാഗിനകത്തെ ഒരു ആട്രിബ്യൂട്ട് ആയിട്ടുള്ള ടാർഗറ്റ് ബ്ലാങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് കൊടുത്തു നോക്കാം. ആ ഓപ്ഷൻ കൊടുക്കുന്ന സമയത്ത് എന്തായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്? ജസ്റ്റ് ഞാൻ റീലോഡ് ചെയ്യുകയാണ്.
ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് എന്താ പുതിയൊരു ടാബാണ് അവിടെ ഓപ്പൺ ആകുന്നത്. ആക്ച്വലി കണ്ടില്ലേ, ആങ്കർ ടാഗിൽ നിന്നൊരു പുതിയ ടാബാണ് അവിടെ ഓപ്പൺ ആകുന്നത്. അപ്പോൾ പുതിയ ടാബിൽ നിങ്ങൾക്ക് ആ ലിങ്ക് കാണിക്കണമെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് ബ്ലാങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് ആങ്കർ ടാഗ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ലിങ്ക് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം, അത് വർക്ക് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ എന്തൊക്കെ ടാഗ് പഠിച്ചു? H1 ടാഗ് പഠിച്ചു, P ടാഗ് പഠിച്ചു, അതുപോലെ തന്നെ ആങ്കർ ടാഗ് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമേജ് ടാഗാണ്. അതായത് എങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് കണ്ടില്ലേ, ഈ ഒരു വെബ്സൈറ്റിൽ ഇപ്പോൾ സ്റ്റൈലിംഗ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്, അതായത് CSSൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. എന്നാൽ ഇവിടെ ഇമേജസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേപോലുള്ള ഇമേജസ് എങ്ങനെയാണ് നിങ്ങളുടെ HTML പേജിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ ഈ ഒരു ആങ്കർ ടാഗിന് തൊട്ട് താഴെയായിട്ട് ഒരു IMG ടാഗ് ഓപ്പൺ ചെയ്യുന്നു. IMG ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജിനെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള HTML ടാഗാണ് IMG ടാഗ് എന്ന് പറയുന്നത്. ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. ഈ IMG ടാഗ് എന്ന് പറയുന്നത് ഒരു സെൽഫ് ക്ലോസിംഗ് ടാഗാണ്. സെൽഫ് ക്ലോസിംഗ് ടാഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ ടാഗ് ഇടുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നത്, അല്ലേ? ഇങ്ങനെയായിരിക്കും നമ്മൾ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യുന്നത്. എന്നാൽ സെൽഫ് ക്ലോസിംഗ് ടാഗ് എന്ന് പറയുന്നത് ഇങ്ങനെയല്ല ഓപ്പൺ ചെയ്യുന്നത്, ക്ലോസ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ജസ്റ്റ് / ഇടുക, ജസ്റ്റ് > സിമ്പിൾ കൊടുക്കുക. ഇങ്ങനെയാണത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഇമേജ് ടാഗ് എന്ന് പറയുന്നത് സെൽഫ് ക്ലോസിംഗ് ടാഗാണ്. അപ്പോൾ ഇതുപോലെ കുറേ ടാഗ്സ് വരുന്നത്, സെൽഫ് ക്ലോസിംഗ് ടാഗായിട്ട് വരുന്ന കുറേ ടാഗ്സ് വരുന്നുണ്ട്. ഡെഫിനറ്റ്ലി നിങ്ങൾ കുറച്ച് ചെയ്യുന്ന സമയത്ത് അതിനെപ്പറ്റി പഠിക്കും. അപ്പോൾ നമുക്ക് ഇമേജ് ടാഗ് കൊടുത്തു. ഇനി ഈ ഒരു ഇമേജ് ടാഗിനകത്ത് ഇപ്പം ഇമേജ് ടാഗ് കൊടുത്തു, ഇത് സേവ് ചെയ്തു, ഇവിടെ ഔട്ട്പുട്ട് ഒന്നും കാണിച്ചു തരുന്നില്ല, അല്ലേ? എന്തെങ്കിലും ഔട്ട്പുട്ട് കാണിച്ചു തരുന്നുണ്ടോ? ഒരു ഔട്ട്പുട്ട് ഇവിടെ കാണിച്ചു തരുന്നില്ല. അപ്പോൾ എന്തെങ്കിലും ഔട്ട്പുട്ട് നിങ്ങൾക്ക് അവിടെ കാണിച്ചു കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ആട്രിബ്യൂട്ടിനെ പാസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് സെയിം നമ്മൾ ആങ്കർ ടാഗിനകത്ത് എങ്ങനെയാണോ href പാസ് ചെയ്തത്, അതേപോലെ തന്നെ ഇമേജ് ടാഗിനകത്ത് നമുക്ക് ആട്രിബ്യൂട്ട്സിനെ പാസ് ചെയ്യണം. അപ്പോൾ ഇമേജ് ടാഗിനകത്ത് എന്ത് ആട്രിബ്യൂട്ട് നമ്മൾ പാസ് ചെയ്യുന്നത്? SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ടാണ്. SRC ഫോർ സോഴ്സ് ആണ്. സോഴ്സിന് ജസ്റ്റ് നമ്മൾ നേരത്തെ സാധാരണ ആട്രിബ്യൂട്ട് പാസ് ചെയ്യുന്ന പോലെയുള്ള സിൻടാക്സ് തന്നെയാണ്. ഈക്വൽ ഇട്ടിട്ട് ജസ്റ്റ് ഡബിൾ കോട്ട്സ് ഓപ്പൺ ചെയ്ത് വെക്കുക. ഇതിനുള്ളിലാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കേണ്ട ഇമേജിൻ്റെ ലിങ്ക്, മീൻസ് ഇമേജിൻ്റെ പാത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സിസ്റ്റത്തിനകത്തുള്ള ഒരു ഇമേജാണ് എനിക്ക് കാണിക്കേണ്ടതെങ്കിൽ, ഇപ്പോൾ ഞാൻ ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ ഈ ഒരു സൈറ കോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ഫോൾഡറിനകത്ത് വേറെ ഇമേജസ് ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു HTML ഫയൽ മാത്രമേ ഉള്ളൂ. എന്നാൽ ഞാൻ അവിടേക്ക് ഒരു ഇമേജിനെ കൊണ്ട് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ എൻ്റെ ഈ സിസ്റ്റത്തിലേക്ക് പോകുന്നു. ഞാൻ ഇവിടുന്ന് ഒരു ഇമേജ്, ഏതെങ്കിലും ഒരു റാൻഡമായിട്ട് ഒരു ഇമേജ് ചൂസ് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഇമേജ് വേണമെങ്കിലും അവിടെ ആഡ് ചെയ്യാം. അപ്പോൾ എന്നിട്ട് എൻ്റെ ഫോൾഡറിനകത്തേക്ക് വന്നിട്ട് ഞാനിവിടെ ഇമേജിനെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ പേരെന്ന് പറയുന്നത് JSS.png എന്ന് പറയുന്നതാണ് എൻ്റെ പേര്. നിങ്ങൾക്ക് എന്ത് ഫയൽസ് വേണമെങ്കിലും അതിനകത്ത് കൊണ്ട് കോപ്പി ചെയ്യാം, അതായത് ഇമേജ് ഫയൽ വേണമെങ്കിലും അതിനകത്ത് കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇതിൻ്റെ ഔട്ട്പുട്ടിൽ JSS.png എന്ന് പറയുന്ന ആ ഒരു ഇമേജ് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇനിയും സോഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതായത് സോഴ്സ് ആയിട്ട് ഈ ഒരു ഇമേജിനെ നമ്മളിപ്പോൾ ഇവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത, അതായത് നിങ്ങളുടെ ഫോൾഡറിലേക്ക് കൊണ്ട് പേസ്റ്റ് ചെയ്ത ഈ ഒരു ഇമേജിൻ്റെ ലിങ്കാണ് നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, SRCക്കുള്ളിൽ നമ്മുടെ സിസ്റ്റത്തിനകത്തെ ഏതെങ്കിലും ഒരു ഫയലിനെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഒരു സ്പെഷ്യൽ ഫോർമാറ്റ് ഉണ്ട്. SRCക്കുള്ളിൽ // എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഫോൾഡറാണ്, അതായത് ഈ സെയിം സുജിത്ത്.html നിൽക്കുന്ന സെയിം ഫോൾഡറിനെയാണ് // കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നത്. // കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഇമേജ് ഇപ്പം // കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ VS കോഡ് അവിടെ നമുക്ക് അതിനകത്തുള്ള ഫയൽസിൻ്റെ പേരും കാര്യങ്ങളൊക്കെ നമുക്ക് തരുന്നുണ്ട്, റെക്കമെൻഡേഷൻ നമുക്ക് തരുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് JSS.png എന്ന് പറയുന്നത് സെലക്ട് ചെയ്യാം. അപ്പോൾ JSS.png സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്കിനി സോഴ്സിനകത്ത് കാണിച്ചു തരുന്നത് ഏത് ഇമേജാണ്, നമ്മൾ ഔട്ട്പുട്ട് നമുക്ക് നോക്കാം. ഔട്ട്പുട്ട് നോക്കുന്ന സമയത്ത് ഇതേ കണ്ടില്ലേ, ആ ഒരു ഇമേജ് അവിടെ കാണിച്ചു തരുന്നുണ്ട്. ആക്ച്വലി അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് വളരെ ബിഗ് ആയതുകൊണ്ട് നമുക്ക് കാണത്തില്ല. അപ്പോൾ നമുക്ക് അതായത് ഇപ്പം അതിന് നമ്മൾ സ്റ്റൈലിങ്ങും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, അതായത് CSS ഒന്നും യൂസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഇമേജിനെ മാത്രം അവിടെ ഡിസ്പ്ലേ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ ഒരു വലിയ ഇമേജ്, ആ ഇമേജിൻ്റെ സൈസ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് നമ്മളുടെ ബ്രൗസറിൽ അത് കാണിച്ചു തരുന്നത്. എന്നാൽ നമുക്കിതിനകത്തിൽ ഈ ഒരു SRCക്കകത്ത് ഈ ഇമേജ് ടാഗിനുള്ളിൽ നമുക്ക് ഹൈറ്റും വിഡ്ത്തും പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതായത് ഒരു ഇമേജിൻ്റെ ലിങ്ക് നിങ്ങൾ കൊണ്ട് പേസ്റ്റ് ചെയ്തു, നിങ്ങൾക്ക് ഈ SRC ആയിട്ട് എന്ത് വേണമെങ്കിലും കൊണ്ട് പേസ്റ്റ് ചെയ്യാം. അതായത് ഇപ്പം നെറ്റിൽ നിന്ന് ഒരു ഇമേജ് എടുക്കുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം.
ചുമ്മാ ഇമേജസ് എന്ന് കൊടുത്ത് നോക്കാം, എന്തെങ്കിലും വരുമോ നോക്കാമല്ലോ. ഓക്കെ, ഏതെങ്കിലും ഒരു ഇമേജിൻ്റെ ലിങ്ക് ഞാൻ ജസ്റ്റ് പേസ്റ്റ് ചെയ്യുകയാണ്. കോപ്പി ഇമേജ് അഡ്രസ്സ്. ഒരുപാട് വലിയ ഇമേജ് ആയി കഴിഞ്ഞാൽ കാണിക്കത്തില്ല, നോക്കാം. അപ്പോൾ ഞാൻ ആ ഇമേജിൻ്റെ ലിങ്ക് ജസ്റ്റ് ഒന്നുകൊണ്ട് പേസ്റ്റ് ചെയ്ത് SRCക്കുള്ളിൽ ആ ഇമേജിൻ്റെ ലിങ്ക് കൊണ്ട് ഞാൻ പേസ്റ്റ് ചെയ്തു. എന്നിട്ട് നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് അവിടെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിത് ക്ലോസ് ചെയ്യുകയാണ്. കണ്ടില്ലേ, ആ ഒരു നമ്മൾ കൊടുത്ത ആ ഇമേജിൻ്റെ, അതായത് നെറ്റിൽ നിന്ന് കോപ്പി ചെയ്ത് നമ്മളൊരു ഇമേജിൻ്റെ ലിങ്ക് കൊണ്ട് പേസ്റ്റ് ചെയ്തു. ആ ഇമേജിൻ്റെ ലിങ്ക് കറക്റ്റായിട്ട്, ആ ഇമേജ് കറക്റ്റായിട്ട് അവിടെ കാണിച്ച് നമുക്കൊന്ന് ജസ്റ്റ് വലുതാക്കി നോക്കാം. അതേ കണ്ടില്ലേ, ആ ഒരു ഇമേജ് കറക്റ്റായിട്ട് അവിടെ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് നെറ്റിൽ നിന്നുള്ള ഇമേജിൻ്റെ ലിങ്ക് എടുത്തുകൊണ്ട് പേസ്റ്റ് ചെയ്യാം. അതല്ല, നിങ്ങൾക്ക് സിസ്റ്റത്തിനകത്തെ ഇമേജസ് കൊണ്ടും പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിത് പഴയ പോലെ തന്നെ ആക്കാം. നമ്മളുടെ സിസ്റ്റത്തിനകത്തെ ഇമേജ് തന്നെ നമുക്ക് കൊണ്ടുവരാം. അപ്പോൾ നമുക്ക് ഇതിനകത്തിൽ ഇനി ഇമേജിൻ്റെ ഹൈറ്റും വിഡ്ത്തും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഹൈറ്റ് പറഞ്ഞു കൊടുക്കാനായിട്ട് ഹൈറ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി ഉണ്ട്, അല്ലെങ്കിൽ ആട്രിബ്യൂട്ട് ഉണ്ട്. അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഹൈറ്റ് പ്രോപ്പർട്ടിക്കകത്ത് നമ്മൾ പിക്സലിലാണ് സാധാരണ രീതിയിൽ പറയുന്നത്. അപ്പോൾ എന്താണ് ഒരു പിക്സൽ എന്നുള്ളതൊക്കെ നമ്മൾ ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ വരുന്നുണ്ട്. അതായത് ഫോണ്ടിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് എന്താണ് ഒരു പിക്സൽ, അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരും. അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒരു 300 പിക്സലാണ് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു എക്സാമ്പിളിന് വേണ്ടി ഡമ്മി ആയിട്ട് ഞാനൊരു 300 പിക്സൽ കൊടുക്കുന്നു. അതുപോലെ തന്നെ വിഡ്ത്ത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. വിഡ്ത്ത് എന്ന് പറയുന്നതും ഇതേപോലെ തന്നെ 300 പിക്സൽ കൊടുക്കാം. കണ്ടില്ലേ, ആ ഒരു ഇമേജ് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹൈറ്റും വിഡ്ത്തിനും അനുസരിച്ച് ചെറുതായി. അപ്പോൾ നമുക്കിതൊന്ന് ഓൾട്ടർ ചെയ്ത് നോക്കാം. വിഡ്ത്ത് നമുക്ക് ഇച്ചിരി കൂടെ ഒന്ന് കൂട്ടി നോക്കാം. ഒരു 600 പിക്സൽ നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. 600 പിക്സൽ ആഡ് ചെയ്യുമ്പോൾ ഒരുപാട് അങ്ങ് വലുതാകുന്നുണ്ട് അല്ലേ. നമുക്ക് വലുതാക്കി നോക്കാം. കണ്ടില്ലേ, കറക്റ്റായിട്ട് ആ ഇമേജ് സെറ്റായി. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ആട്രിബ്യൂട്ട്സ് കൊടുത്ത് ഇമേജിൻ്റെ ഹൈറ്റും വിഡ്ത്തും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ചു, ആങ്കർ ടാഗ് പഠിച്ചു, ഇമേജ് ടാഗ് പഠിച്ചു. ഇമേജ് ടാഗിനകത്ത് എങ്ങനെയാണ് നമുക്ക് ഹൈറ്റും വിഡ്ത്തും, അതായത് ഇമേജിൻ്റെ സോഴ്സ് ആഡ് ചെയ്യുന്നത് പഠിച്ചു. അതുപോലെ തന്നെ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആയിട്ടുള്ള ഹൈറ്റും വിഡ്ത്തും എങ്ങനെയാണ് കൊടുക്കുന്നത് എന്നൊക്കെ പഠിച്ചു. അപ്പോൾ ഇനിയും ഇതിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതായത് ഇമേജിനെ കൂടുതൽ നമുക്ക് ഭംഗിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് CSSൻ്റെ ഹെൽപ്പ് വേണം. CSS നമ്മൾ പഠിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി നോക്കും. ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഒരു ബോർഡറൊക്കെ സെറ്റ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ബോർഡർ റേഡിയസ് എന്നൊക്കെ പറയുന്ന കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതൊക്കെ നമുക്ക് പഠിച്ചത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇമേജ് ടാഗ് പഠിച്ചു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ഇനി പഠിക്കാൻ പോകുന്നത് UL, അതായത് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇപ്പോൾ ലിസ്റ്റ് ടാഗിൽ മെയിനായിട്ടും 2 ടൈപ്സ് ഓഫ് ലിസ്റ്റാണ് വരുന്നത്. 2 ടൈപ്സ് ഓഫ് ലിസ്റ്റ് എന്ന് പറയുമ്പം, ഒന്ന് അൺഓർഡേർഡ് ലിസ്റ്റും രണ്ടാമത് ഓർഡേർഡ് ലിസ്റ്റും. അപ്പോൾ നമ്മളിനി ലിസ്റ്റാണ് പഠിക്കാൻ പോകുന്നത്. ലിസ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ അല്ലേ. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഔട്ട്പുട്ട് ഞാൻ കാണിച്ചു തരാം. ഇതേപോലെ ഇപ്പോൾ സ്പെഷ്യൽ സാലഡ്, ഇൻഗ്രീഡിയൻസ്, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്ത് ഐറ്റംസ് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ. ഡിഫറെൻറ്റ് ഐറ്റംസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, പല വെബ്സൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ഓഫ് ഐറ്റംസ് എങ്ങനെയാണ് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക എന്ന് നോക്കാം. ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന 2 ടൈപ്സ് ഓഫ് ലിസ്റ്റ് നമുക്കുണ്ട്. ഒന്നെന്ന് പറയുന്നത് അൺഓർഡേർഡ് ലിസ്റ്റും നെക്സ്റ്റ് ഓർഡേർഡ് ലിസ്റ്റും. അപ്പോൾ എന്താണ് ഈ അൺഓർഡേർഡ് ലിസ്റ്റ്? അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പറിംഗ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഡോട്ട്സ് ഇട്ട് വരുന്നതിനെയാണ് നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് 2 ടാഗ് ഓൾറെഡി ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഔട്ട്പുട്ട് എടുത്ത് വെക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഇമേജിൻ്റെ ടാഗ് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണേ. അതായത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ IDEയിൽ കമൻറ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സെറ്റ് ഓഫ് ലൈൻസ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കാണണ്ട എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഔട്ട്പുട്ടായിട്ട് വർക്ക് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പൈൽ ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമുക്കതിനെ കമൻറ്റ് ചെയ്തിടാൻ പറ്റും. അതായത് ഇപ്പോൾ ഈ ഇമേജ് ടാഗ് എനിക്കിവിടെ കാണിക്കേണ്ട, പക്ഷേ എനിക്കിത് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് സെലക്ട് ചെയ്യുക, കൺട്രോൾ / ഒന്ന് ഞെക്കി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യും അത്. ഇപ്പോൾ HTML കമൻറ്റ് ചെയ്യുന്ന സിൻടാക്സ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിൻ്റെ ഏറ്റവും ഷോർട്ട് കട്ടാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത്. അതായത് ഇത് സെലക്ട് ചെയ്യുക, ഏത് ലൈനാണോ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഓൾറെഡി ഇത് കമൻറ്റഡ് ആണ്. ഇനി അൺകമൻറ്റ് ചെയ്യണമെങ്കിൽ സെയിം ഷോർട്ട് കട്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. Ctrl+/. നിങ്ങളുടെ കീബോർഡിൽ Ctrl+// കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ അൺകമൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇത് കമൻറ്റ് ചെയ്യാം. ഓക്കെ, കമൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ആ ഇമേജ് കിടന്നു കഴിഞ്ഞാൽ ആ ഔട്ട്പുട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെ കമൻറ്റ് ചെയ്തത്.
ഇവിടെ അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ് രണ്ട് ടൈപ്സ് ഓഫ് എഴുതിയിട്ടുണ്ട്. അൺഓർഡേർഡ് ലിസ്റ്റാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റ് എഴുതാനായിട്ടുള്ള സിൻടാക്സ് ഇതാണ്. UL എന്ന് പറയുന്ന ടാഗാണ് നമ്മൾ അൺഓർഡേർഡ് ലിസ്റ്റ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഈ ULനുള്ളിൽ നമ്മൾ ഓരോ ലിസ്റ്റ് ഐറ്റംസ് എഴുതും. അതായത് UL എന്ന് പറയുന്നത് ഇവിടുത്തെ പേരൻ്റ് ആയിരിക്കും. ഈ പേരൻ്റ് ലിസ്റ്റിനകത്ത് നമ്മൾ ഓരോ ലിസ്റ്റ് നമുക്ക് നീഡഡ് ആയിട്ടുള്ള ഓരോ ലിസ്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്കിവിടെ ലിസ്റ്റ് കൊടുക്കാം, LI കൊടുക്കാം. LI എന്നാണ് ആ കമൻറ്റിൻ്റെ ഒരു ടാഗിൻ്റെ പേര്. അതായത് ഓരോ ലിസ്റ്റ് ഐറ്റംസും നമ്മൾ ഇതിനുള്ളിലായിരിക്കും എഴുതി കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ item 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടില്ലേ, ആ ഒരു ലിസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് ഡിസ്പ്ലേ ചെയ്ത് കിട്ടുന്നുണ്ട്. item 1 എന്ന് പറയുന്ന ഐറ്റത്തിൽ മീൻസ് അതിലൊരു ലിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ലിസ്റ്റ് ഇതേപോലെ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. Ctrl+C, ഞാനത് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തു. ഇനി item 2 എന്ന് പറഞ്ഞ് കൊടുത്തു. നെക്സ്റ്റ് ഐറ്റം വന്നു. അതേപോലെ ഇത് തന്നെ ഞാൻ ഒന്നുകൂടെ പേസ്റ്റ് ചെയ്യുകയാണ്. Ctrl+V കൊടുത്തു കഴിഞ്ഞാൽ അത് പേസ്റ്റ് ആകും. അതിൻ്റെ മൂന്നാമത്തെ item 3. അങ്ങനെ എത്ര ഐറ്റംസ് വേണമെങ്കിലും നിങ്ങൾ അൺഓർഡേർഡ് ലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനകത്തൊരു ലിമിറ്റേഷൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് അൺഓർഡേർഡ് ലിസ്റ്റ് പഠിച്ചു. അൺഓർഡേർഡ് ലിസ്റ്റ് നിങ്ങൾ കണ്ടു. ഇവിടെ ഓർഡർ ഒന്നുമില്ല, അതായത് 1, 2, 3 നമ്പറിങ്ങും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു ഡോട്ട് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യുന്നതിനാണ് അൺഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഓർഡേർഡ് ലിസ്റ്റ് നോക്കിയാലോ, അതായത് നമ്പർ ഇട്ട് നമ്പറിംഗ് ഒക്കെ ആഡ് ചെയ്ത് വരുന്ന രീതിയിൽ ഓട്ടോമാറ്റിക്കലി വരുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൽ ഓർഡേർഡ് ലിസ്റ്റ് നമുക്ക് നോക്കാം. ഇതിനകത്തിൽ ഞാൻ LI എഴുതുകയാണ്. LIക്കകത്ത് item 1 അല്ല ഐറ്റം നമുക്ക് 4 എന്ന് കൊടുക്കാം. കണ്ടില്ലേ, ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ടാഗിനുള്ളിൽ ഞാൻ ലിസ്റ്റ് എഴുതിയപ്പോൾ കണ്ടില്ലേ, അത് നമ്പർ ഇട്ടാണ് വരുന്നത്. കണ്ടോ, ഇതുപോലാണ് ഓർഡേർഡ് ലിസ്റ്റും അൺഓർഡേർഡ് ലിസ്റ്റും എഴുതുന്നത്. അൺഓർഡേർഡ് ലിസ്റ്റ് എഴുതാനായിട്ട് അതിൻ്റെ പേരൻ്റ് ടാഗായിട്ടുള്ള UL എഴുതുക, അതിനുള്ളിൽ ലിസ്റ്റ് ഐറ്റംസ് എഴുതുക. ലിസ്റ്റ് ഐറ്റംസ് എഴുതാൻ വേണ്ടി നമ്മൾ LI ടാഗാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ സിമിലറായിട്ട് ഓർഡേർഡ് ലിസ്റ്റാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ OL എന്ന് പറയുന്ന ടാഗാണ് യൂസ് ചെയ്യുന്നത്. OL എന്ന് പറയുന്ന ടാഗിനുള്ളിൽ നിങ്ങൾ ഓരോ ലിസ്റ്റ് ഐറ്റംസ്, ഇനി എത്ര ലിസ്റ്റ് ഐറ്റംസ് വേണമെങ്കിലും നിങ്ങൾക്ക്, ഞാനത് കോപ്പി ചെയ്യുകയാണ്, എന്നിട്ട് പേസ്റ്റ് ചെയ്തു. പേസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ item 5 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ ഐറ്റംസ് നിങ്ങൾക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ഇങ്ങനെയാണ് അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ് എഴുതുന്നത്. അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു ടാസ്ക് നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഞാൻ ചെറിയൊരു ടാസ്ക് തരാം. അതായത് ഇത്രയും നമ്മൾ പഠിച്ച ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് ചെറിയൊരു ടാസ്ക് നിങ്ങൾക്ക് തരാം. ടാസ്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തൊട്ട് മുമ്പായിട്ട് ഞാൻ ഇമേജ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലേ. നിങ്ങളുടെ ടാസ്ക് ഇപ്പോൾ പഠിച്ചിട്ടുണ്ട്, നമ്മൾ ഹെഡിങ് ടാഗ് പഠിച്ചു, അതുപോലെ ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ് ഒക്കെ പഠിച്ചല്ലേ. ഇതേപോലെ ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോ. അതല്ല എങ്കിൽ നമുക്കിതിൻ്റെ ഈ ഒരു ഗോൾ ഇമേജ്, ഇതിനെ നമുക്ക് ഗോൾ ഇമേജ് എന്ന് പറയാം. അതായത് ഈ കാണുന്ന ഇമേജ് പോലെ നിങ്ങൾ HTML യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്യണം. അതായത് ഒരു ഹെഡിങ് ഉണ്ടായിരിക്കും, അതുപോലെ ഒരു സബ് ഹെഡിങ് ഉണ്ടായിരിക്കും. സബ് ഹെഡിങ് ഒക്കെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ, നമ്മൾ H1 to H6 ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുക. യൂസ് ചെയ്തിട്ട് ഇവിടെ ഓരോ ലിസ്റ്റ് ഐറ്റംസ്, ഇവിടെ ജസ്റ്റ് ഒരു സാലഡിൻ്റെ ഒരു ചെറിയ സാലഡിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ വലിയ നല്ല രീതിയിലൊന്നും കുക്ക് ചെയ്യുന്ന ആളൊന്നും അല്ല, എന്നിരുന്നാലും ജസ്റ്റ് ഒരു സാലഡാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ആ സാലഡിൻ്റെ ഒരു റെസിപ്പിയാണ് ഞാനിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി വെച്ചിട്ട് നിങ്ങൾ ഇതേപോലെ ഇത്രയും പഠിപ്പിച്ച ടാഗ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ബിൽഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് സ്റ്റൈലിങ്ങും കാര്യങ്ങളൊന്നും വേണ്ട, ടാഗ് യൂസ് ചെയ്ത് ഇത് ബിൽഡ് ചെയ്യുക. ഇതിൻ്റെ ഗോൾ ഇമേജ് നമ്മളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും, അവിടെ കയറി നിങ്ങൾ അത് എടുക്കാം. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ അത് ചോദിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഇടുക. നമ്മൾ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് മിസ് ആവാതെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഇനി ബാക്കിയുള്ള ടാഗ്സും കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.